ഞാനിതിന് മുമ്പ് വീഡിയോസൊക്കെ ഇട്ടായിരുന്നു വണ്ടിയുടെ. നമുക്ക് ഇപ്പോൾ എനിക്ക് പല പ്രശ്നങ്ങളും വന്നായിരുന്നു. അപ്പം നമുക്ക് എനിക്ക് ആദ്യം MCUവിൻ്റെ കംപ്ലയിൻറ്റ് വന്നു. വണ്ടി ഓട്ടത്തിൽ അങ്ങോട്ട് പിടിച്ചു വെച്ച പോലെ നിന്ന് പോവുക. അത് വണ്ടി ബജാജ് എനിക്ക് റെഡിയാക്കി തന്നു. അത് കഴിഞ്ഞിട്ട് ഓക്സിലറി ബാറ്ററി അതും എനിക്ക് വീട്ടിൽ വന്നിട്ട് വണ്ടി കൊണ്ടുപോയി സെറ്റാക്കി തന്നു. വന്ന് വൈകിട്ട് തന്നെ വണ്ടി തന്നു. പിന്നെ അത് കഴിഞ്ഞിപ്പം ഒരു 1000 കിലോമീറ്ററോളം വണ്ടി ഓടി എത്തിയിട്ടുണ്ട്. ഇതേതാ വണ്ടി എന്ന് കാണണ്ടേ? ഇതാണ് വണ്ടി 2433. ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡലാണേ. വണ്ടി ഇപ്പോൾ ചാർജ് ചെയ്യുവാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ മഴക്കാലത്തല്ല വേനൽക്കാലത്തായിരിക്കാം കൂടുതലും ഇതിൻ്റെ അകത്ത് മറ്റേ ഒരു കോഷൻ സിമ്പിൾ കത്തത്തില്ലേ, ഒരു മഞ്ഞ കളറിൽ. അതിൻ്റെ കൂടുതൽ കാരണം എന്ന് പറഞ്ഞാൽ ഇത് വോൾട്ടേജിൻ്റെ വേരിയേഷനാണ്. വോൾട്ടേജിൻ്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് ഇത്ര ലോഡ് വരെ താങ്ങാൻ പറ്റുള്ളൂ. അതുപോലെ ഇത്ര ഇത് വേണം. ഞാനൊരു ഇലക്ട്രീഷ്യൻ അല്ല, പക്ഷേ എനിക്ക് കിട്ടിയ അറിവ് അങ്ങനെയാണ്. എൻ്റെ വണ്ടി പലതവണ ആ ഇഷ്യൂ ഉണ്ടായി. ഇത്രയും വേണം, അല്ലെങ്കിൽ ഇത് കൂടുതൽ പാടില്ല. അപ്പോൾ ഒന്നെങ്കിൽ കറണ്ട് കൂടുതലായിട്ട് വീട്ടിലോട്ട് വരുമ്പം ആണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അത് ട്രാൻസ്ഫോമറിൻ്റെയാണ് പ്രശ്നം. അത് നമ്മൾ KCBയിൽ പോയി AEയോട് സംസാരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം ചിലപ്പോൾ അവർ സെറ്റാക്കി തരും. വീട്ടിൽ വന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് വീട്ടിലെ കറണ്ട് എത്രയാണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. പക്ഷെ നമ്മൾ ഈ മീറ്ററിൽ നമ്മൾ നോക്കുമ്പോണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പ്രത്യേകിച്ച് നമുക്ക് അതിൽ ഒന്നും കാണാനില്ല. പക്ഷേ അതല്ലാണ്ട് ഒരു ഇലക്ട്രീഷ്യൻ വിളിച്ച് ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ ഒരു സ്വിച്ച് കേട്ടോ, ഈ മോഡൽ ഇത് നമ്മൾ മാറ്റി നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ വോൾട്ടും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് കാണിക്കും. കണ്ടോ? ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഞെക്കി നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വോൾട്ടും പലതും കാണാം. ഇപ്പം ഞാനിപ്പോൾ ഇത് കണ്ടോ, 206 വോൾട്ട് വരുന്നുണ്ട് ഇപ്പം. അപ്പോൾ ഇത് മഴക്കാലത്ത് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് നിങ്ങളുടെയിലും വരാം. അപ്പോൾ എൻ്റെ വീട് കൊട്ടാരക്കരയാണ്. ഞാനിപ്പോൾ കൊട്ടാരക്കര ഷോറൂമിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇഷ്യൂ വന്നേക്കുന്നത് എന്നാന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇന്ന് ഇത് വീഡിയോ എടുത്ത് ജസ്റ്റ് ഞാൻ പോവുകയാണ്, കൊട്ടാരക്കര ഷോറൂമിൽ പോവുകയാണ്. ഇതും റെഡിയാക്കി കിട്ടുമെന്ന് എനിക്കറിയാം. അപ്പം ഈ ടയർ ഇതിൻ്റെ അകത്തുനിന്ന് സൗണ്ട് വരുക. ഇതിൻ്റെ അകത്ത് സൗണ്ട് വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് ചുമ്മാ കറക്കി കഴിഞ്ഞാൽ മനസ്സിലായില്ല. ഞാൻ ജസ്റ്റ് ഓണാക്കി നോക്കാം. കേൾക്കാൻ പറ്റുമോ എന്നറിയില്ല. ഓണായി. ഇപ്പോൾ ഡ്രൈവ് മോഡിലോട്ട് ഞാൻ ആക്കാം. ഡ്രൈവ് മോഡിലോട്ട് ആക്കണമെങ്കിൽ അപ്പുറത്തേതും കൂടെ പിടിക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു മിനിറ്റ്, ഞാൻ ഇതൊന്ന് പിടിച്ചോട്ടെ, ഒന്ന് ആയിക്കോട്ടെ. ആയിട്ടില്ല കേട്ടോ. കീ ഇച്ചിരി മാറിയായിരിക്കും, അതുകൊണ്ടാണ് തോന്നുന്നു. കീ എടുക്കാം. ഒരു മിനിറ്റ്, കീ ഒന്ന് എടുത്തോട്ടെ. കീ എടുത്തു. ഇനി ഈ ബ്രേക്ക് പിടിച്ചിട്ട് ഞെക്കി നോക്കാൻ പറ്റുമോന്ന്. ഇല്ല. വണ്ടി ഓഫായി പോയി. ഇനി എനിക്ക് തോന്നുന്നത് വണ്ടി ചാർജിങ്ങിലായിരുന്നു. അപ്പോൾ കീ ഇല്ലാത്തതുകൊണ്ടാണ് ഓഫായി പോയത്. അപ്പോൾ എന്തായാലും ചാർജിങ്ങിൽ വണ്ടി ചാർജിങ് സമയത്ത് വണ്ടി ഓൺ ആകത്തില്ല. ഇപ്പോഴാട്ടോ എനിക്ക് മനസ്സിലായത്. എനിവേ, ഞാൻ എന്തായാലും ഇഷ്യൂ പറയാവേ. നമ്മളിത് ഡിസ്കണക്ട് ചെയ്യുന്നില്ല. ഇതുണ്ടോ, ഇങ്ങനെ ഈ ടയറിന് കുഴപ്പമൊന്നുമില്ല. പിടിച്ചൊക്കെ നോക്കി. ഈ ബോൾ ബെയറിങ് ഒരയുന്ന പോലത്തെ ഒരു സൗണ്ട് അതിൻ്റെ അകത്ത് വരുന്നത്. അതായത് ബ്രേക്കിൻ്റെ അല്ല, ബാക്കിൽ ഡിസ്ക് അല്ല. ഇങ്ങനെ കറങ്ങി കഴിയുമ്പം നല്ല രീതിയിൽ കറങ്ങി കഴിയുമ്പോഴത്തേനും കയറ്റം കയറുമ്പോഴും നേരെ പോകുമ്പോഴുമാണ് ടിക് 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 സൗണ്ട് വരുന്നത്. ഇറങ്ങുമ്പോൾ ഇല്ല സൗണ്ട്. അതുപോലെ റീജിയൻ ബ്രേക്ക് അപ്ലൈ ആകുമ്പോഴും ഇല്ല. അപ്പോൾ അതിനെപ്പറ്റി ഇന്ന് കാണിക്കാൻ പോവുക. ഇങ്ങനെ ആർക്കെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്ന് വാഷ് ചെയ്യണം. വണ്ടി ചെളിയാണ്. ഞാനിന്ന് വാഷ് ചെയ്യുന്നില്ല. ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഷോറൂമിൽ കൊണ്ട് വാഷ് ചെയ്യണമെന്ന് ഓർത്തായിരിക്കുന്നത്. അങ്ങനെയാണ്. എന്ന് നമ്മളെന്തെങ്കിലും വാഷ് ചെയ്ത് കാരണം ഇതിൻ്റെ അകത്തെ പല പ്ലഗുകളും കാണിച്ചു തരാവേ. ഇതിൻ്റെ അകത്ത് വെള്ളം കയറിയാൽ പോവുക എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഉണ്ടോ, അപ്പോൾ അത്രയും ഞാനൊരു എടുക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് കണ്ടോ, വണ്ടി ഓടിക്കായിരിക്കും, പക്ഷേ അതിനകത്ത് കയറിയ പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല. വണ്ടിയുടെ അടിയിലെല്ലാം ചെളിയാണ്.
എന്തായാലും ആ എം സി എന്നാന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇതാ എം സി കേട്ടോ. ഞാൻ ഞാൻ കിടക്കുകൊണ്ട് താഴെ. അപ്പോൾ എം സി ഇതാ ഈ ഇരിക്കുന്നുണ്ടോ ഈ സാധനം ഇതാ എം സി യു. ഇപ്പം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ വണ്ടി, നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് വണ്ടി. അപ്പോൾ ഓക്കെ, ഇതാണ് അവരന്ന് മാറിയത്. ഈ സാധനമാണ് ഞാൻ അന്ന് കൊണ്ടുപോയപ്പോൾ മാറിയത്, പുതിയത് വെച്ച് തന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇനിയിപ്പോൾ എന്തായാലും വണ്ടി ഒന്ന് കൊണ്ടുപോയിട്ട് ഞാൻ കൊണ്ടുവരാം. ഞാനിപ്പോൾ വീടിൻ്റെ ഇപ്പോൾ എ സി ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബാക്കിൽ എ സിയുടെ പ്ലഗ് ചെയ്യുന്ന വണ്ടി ഞാൻ അകത്തുനിന്നാണ് പ്ലഗ് കുത്തിയേക്കുന്നത്. അപ്പോൾ ശരി കേട്ടോ. അപ്പോൾ അപ്ഡേറ്റ് ഞാൻ അടുത്ത വീഡിയോയിലിടാം. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് ഇതിൻ്റെ താഴെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഇത് കൊടുത്തേക്കാം. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഗ്രൂപ്പിലോട്ടും പോകാം. ഈ ഗ്രൂപ്പിൽ നിൽക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഏത് ഗ്രൂപ്പിലോട്ടും, ചേതക്കിൻ്റെ ഗ്രൂപ്പുണ്ട്, അതുപോലെ പല ഹീറോയുടെ ഉണ്ട്, വിടാടെ ഉണ്ട്, അങ്ങനെ ഏതറിൻ്റെയൊക്കെ ഗ്രൂപ്പിലോട്ട് നിങ്ങൾക്ക് പോകാം എൻ്റെ ഗ്രൂപ്പിൽ വന്നാൽ. അപ്പോൾ ഓക്കെ കേട്ടോ.